പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെയും കണ്ടെത്തി. കാണാതായവരിൽ ഒരാളെ കൂടെ ഇന്ന് കണ്ടെത്തി. മണ്ണാർക്കാട് വച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. 17 വയസ്സുകാരിയെ ഒരാൾ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് മൂന്നാമത്തെ പെൺകുട്ടിയെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ഈ കുട്ടികൾ ഈ സഖി കേന്ദ്രത്തിൽ നിന്ന് വിട്ടുപോയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? തീർച്ചയായും സിജു, ഈ കുട്ടികൾ സഖി കേന്ദ്രത്തിൽ നിന്നും പോയത് കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആൺ സുഹൃത്തിനൊപ്പമാണ് പോയത് എന്നൊരു വിവരമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഇന്ന് രാവിലെ ആണ് 2 കുട്ടികളെ കണ്ടെത്തിയത്. ഒരു കുട്ടിയെ മണ്ണാർക്കാട് വെച്ചും മറ്റൊരു കുട്ടിയെ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ വെച്ചുമാണ് കേരള പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു കുട്ടി ഇന്നലെ വൈകിട്ടോടുകൂടെ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. ഇവർ സഖി കേന്ദ്രം, അതായത് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സർക്കാരിന്റെ സഖി കേന്ദ്രത്തിൽ നിന്നും സെക്യൂരിറ്റി ഗാർഡിനെ വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഈ കുട്ടികൾ മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബസ്സിൽ പോയതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. തുടർന്ന് പോലീസ് കർശനമായ പരിശോധനകൾ നടത്തി. തുടർന്നാണ് ഇവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. ഇതിൽ ഇന്നലെ 3 പേരും വീട്ടിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. അതിൽ ഒരു കുട്ടി വാളയാർ സ്വദേശിയാണ്. ആ കുട്ടി ഇന്നലെ വാളയാറിലെ വീട്ടിലെത്തിയില്ല. തുടർന്ന് തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ വെച്ച് കണ്ടെത്തിയത്. മറ്റൊരു കുട്ടിയെ മണ്ണാർക്കാട് വെച്ചാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കുട്ടിയാണ് സുഹൃത്തിനൊപ്പം പോയതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുള്ളത്. 3 കുട്ടികളെയും കണ്ടെത്തി എന്നൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. കുട്ടികളുടെ ശാരീരിക പരിശോധനകൾ അടക്കം നടത്താൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ് പോലീസ്. കാരണം ഇതിൽ പോക്സോ കേസ് അതിജീവിതകൾ അടക്കം ഉള്ള കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും കാണാതായ 2 പേർ പോക്സോ കേസ് അതിജീവിത കൂടിയാണ്. ശരി, സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ടെ സഖി കേന്ദ്രത്തിൽ നിന്ന് കാണാതായ 3 കുട്ടികളെയും കണ്ടെത്തി. മറ്റൊരാളുടെ സഹായം പുറത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്.